പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് സിനിമാ സംബന്ധമായ വീഡിയോ ഒക്കെ ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? അതുകൊണ്ടൊരു ചേഞ്ച് ആകാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് 2 ദിവസമായിട്ട് അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ജയിലിലെ ശമ്പളം പരിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ട്. ജയിൽ ശമ്പളം പരിഷ്കരിക്കുമോ? അപ്പം ജയിലിൽ നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് കുറ്റം ചെയ്തിട്ടല്ലേ ജയിലിൽ പോകുന്നത്. അപ്പം അവിടെ ശമ്പളം പരിഷ്കരിക്കുക എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ശമ്പള കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലൊരു ശമ്പള കമ്മീഷനെ വെച്ച് അവർ പരിഷ്കരിച്ചതാണ് എന്നാണ് പറയുന്നത്. 620 രൂപ ഡെയിലി. അപ്പോൾ 620 എന്ന് പറഞ്ഞാൽ മാസത്തിൽ 30 ദിവസം കണക്കാക്കുകയാണെങ്കിൽ 18,600 രൂപ. 18,600 രൂപ ഒരു സ്കിൽഡ് വർക്കർക്ക് അവിടെ കിട്ടും. 3 തട്ടാണ്: സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്. അൺസ്കിൽഡിന് എനിക്ക് തോന്നുന്നു 520, സ്കിൽഡിന് 620, സെമി സ്കിൽഡിന് 560. അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും കൊള്ളാം അല്ലേ? ഭക്ഷണം സൗജന്യം, താമസം സൗജന്യം, ചികിത്സ സൗജന്യം, പിന്നെ പുറത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട. അതുകൂടാതെ ജയിൽ ചട്ടം അനുസരിച്ച് 1 കൊല്ലം കൂടുമ്പോൾ 2 മാസത്തെ പരോൾ അനുവദിക്കും എന്നും ചട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അന്യനാട്ടിലൊക്കെ ജോലിക്ക് പോകുന്നവരാണിത്. അവിടെ നിന്ന് പിന്നെ ആഹാരവും താമസവും ഒന്നും കിട്ടത്തില്ല. ഇവിടെ എല്ലാവിധ സൗകര്യമുണ്ട്. ഒന്നും ആലോചിക്കേണ്ട, കാരണം യാതൊരു ടെൻഷനും ഇല്ല. കള്ളന്മാരെ പിടിക്കേണ്ട ഒന്നുമില്ല. അതിനകത്ത് കയറി കിടക്കുക, ഭക്ഷണം സമയാസമയത്ത് കിട്ടും, കഴിക്കുക, ജോലി ചെയ്യുക, കിട്ടുന്ന കാശും മേടിച്ചുകൊണ്ട് കൊല്ലത്തിൽ 2 മാസം പരോളുണ്ട്, വീട്ടിൽ വരിക, എന്നിട്ട് 2 മാസം കഴിഞ്ഞ് വീണ്ടും അകത്തോട്ട് പോവുക. എങ്ങനെയുണ്ട്? എന്താടേ ഈ കാട്ടുന്നത്? ഇനിയിപ്പം ജയിലിൽ പോകാൻ വേണ്ടി ആൾക്കാർ തെള്ളുമോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സംഭവം മിക്കവാറും പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആശാപ്രവർത്തകരുടെ സമരമൊക്കെ കണ്ടു. ആശാപ്രവർത്തകർക്ക് കിട്ടുന്ന ഡെയിലി വേജസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്നത് 369 രൂപ. ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് കിട്ടുന്നത് 538 രൂപ. ഈ പുറത്ത് ജോലിയൊക്കെ നോക്കുന്ന നമ്മൾ പാവപ്പെട്ട സ്ത്രീകൾ ജീവിത പ്രാരാബ്ദങ്ങൾ കൂടുമ്പം മിക്കവാറും കടകളിലൊക്കെ നിൽക്കുന്നു. അവരുടെയൊക്കെ ശമ്പളം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 6000 രൂപ തൊട്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് എന്നാണ് പറയുന്നത് ഈ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ ആ സ്ഥാനത്താണ് കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോകുന്നവന് 620 രൂപ കൂലി എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടാതെ എങ്ങനെ ഇരിക്കൂടെ? കൊല്ലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു കൊല്ലം ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ 1,80,000 രൂപയും കിട്ടും, 2 മാസത്തെ പരോളും കിട്ടും, ആരോഗ്യമൊക്കെ സുഭിക്ഷമായിട്ട് വരാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് വല്ലാത്ത അവസ്ഥ തന്നെ അല്ലേ? ഇനിയും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലും രസകരമാണ് ഭക്ഷണം. വിജയൻ സാറ് ജയിൽ സൂപ്രണ്ടായിട്ടിരുന്ന വ്യക്തിയാണ്. പുള്ളി അവിടുത്തെ ഭക്ഷണക്രമത്തെപ്പറ്റി നമ്മുടെ സഫാരി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ തന്നെ വായി വെള്ളം ഊറും. നമുക്കൊന്ന് കേട്ട് നോക്കാം. നിലവിൽ 10 സദ്യയുണ്ട്. 10 സദ്യ 10 വർഷത്തിൽ 10 ദിവസം. അതിപ്പോൾ ഓണം കേട്ടടേ, വർഷത്തിൽ 10 ദിവസം സദ്യ. നമ്മൾ ഈ സദ്യയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് സദ്യ എന്ന് കേൾക്കുമ്പം നമ്മൾ ഈ ഏതെങ്കിലും കല്യാണത്തിന് പോയി ഉണ്ണും, അല്ലെങ്കിൽ വീട്ടിൽ തിരുവോണം, ഔട്ടം, ചതയം, അങ്ങനെ 3 ദിവസം സദ്യ ഉണ്ണും. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഏതെങ്കിലും വിശേഷ ദിവസം ഒക്കെ വരുവാണെങ്കിൽ സദ്യ. എന്നാലും 10 ദിവസം ദൈവം എന്നുള്ള സംശയമാണ്. ജയിലിൽ 10 ദിവസം സദ്യ ഉണ്ടേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ചിരിക്കാതിരിക്കാൻ പറ്റൂലേ? വല്ലാത്ത അവസ്ഥ. ബാക്കിയും കൂടെ ഒന്ന് കേൾക്ക്.
ബക്രീദ് അല്ലെങ്കിൽ ക്രിസ്മസ്, ഇങ്ങനെ ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യദിനം, കേരളപ്പിറവി, ഇങ്ങനെ തുടങ്ങി ഒരു 10 ദിവസം നമ്മൾ അവർക്ക് സദ്യ കൊടുക്കും. സാധാരണ ഭക്ഷണത്തിൻ്റെ ഒരു മെനു എന്താ? സാധാരണ ഭക്ഷണത്തിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ 2014 ശേഷം പുതിയ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരുവിധ എല്ലാ കറികളും ഉണ്ട്. അതായത് ഉണ്ടയൊക്കെ മാറി. ഉണ്ടയൊക്കെ മാറി. ഞാൻ സർവീസ് വരുമ്പോൾ ഉണ്ടയുണ്ട്. തിങ്കളും ബുധനും പച്ച മത്സ്യമുണ്ട്. ശനിയാഴ്ച ആട്ടിറച്ചി 100 ഗ്രാമിൻ്റെ ആട്ടിറച്ചി കൊടുക്കും. തിങ്കളും ബുധനും 140 ഗ്രാമിൻ്റെ പച്ച മത്സ്യം. ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് സാർ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 250 ഗ്രാം അരിയുടെ ചോറ്. കണ്ടോ, ഇടയിൽ ആട്ടിറച്ചിയൊക്കെ തിന്ന കാലം ഞാൻ മറന്നു. കാരണം ആട്ടിറച്ചി ഒന്നും മേടിക്കാൻ പറ്റത്തില്ല, വലിയ വിലയാണ്. അപ്പോഴാണ് എല്ലാ ശനിയാഴ്ചയും ആട്ടിറച്ചി ഉണ്ടായിരുന്നത്. അവരുടെയൊക്കെ ഒരു യോഗം അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാളെന്തിനാണ് വിഷമിക്കുന്നത്, ഏതെങ്കിലും കുറ്റം ചെയ്ത് ഇയാൾ ജയിലിൽ പോയിക്കൂടെ എന്ന് വിചാരിക്കുമായിരിക്കും അല്ലേ. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നലില്ലാതില്ല. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആഴ്ച 2 ദിവസം മീൻ കൂട്ടി ചോറ്, എന്തു പറയണം, യാതൊരു അല്ലലും ഇല്ല. എന്താ പറയുക ഇതിനൊക്കെ. ബാക്കിയൂടെ കേക്ക് കൊടുക്കും. അരിയുടെ ചോറാണ്. വൈകുന്നേരം 200 ഗ്രാം അരിയുടെ ചോറ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. അത്രയും കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളെ ഒരു 1/4 കിലോ നമ്മൾ പറയുന്നില്ല, അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് വെന്ത് വരുമ്പോൾ കൂടുതൽ. രാവിലെ 200 ഗ്രാമിൻ്റെ ഗോതമ്പാണ് കൊടുക്കുക. ഇപ്പോൾ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ, അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും. തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും. ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ചപ്പാത്തിയും ഉപ്പുമാവും. ഞായറാഴ്ച മാത്രം. പ്രേക്ഷകരെ കൊതിപ്പിക്കൂല്ലോ ഇത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തോളം. പിന്നെ എല്ലാ ദിവസവും അവിയലുണ്ടാവും ഉച്ചയ്ക്കുള്ള കറിക്ക്. അവിയൽ, മോരൊക്കെ ആയിട്ട്. പിന്നെ സാമ്പാറുണ്ട്. സാമ്പാർ ഇടപെട്ട ദിവസങ്ങളിൽ. തിങ്കളും ബുധനും മത്സ്യവും, ശനിയാഴ്ച ആട്ടിറച്ചി. രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറുണ്ടാവും, 200 ഗ്രാം അരിയുടെ ചോറ്. അതിൽ 3 ദിവസം പുഴുക്കുണ്ടാവും. കപ്പ, അതിൻ്റെ കൂടെ കപ്പപ്പുഴുക്കാണ് കൊടുക്കുക. രാവിലെ നമ്മുടെ വീട്ടിൽ രാവിലെ ആഹാരത്തിൻ്റെ രാവിലത്തെ കാപ്പിയുടെ കാര്യത്തിലാണ് എപ്പോഴും പ്രശ്നം. കാരണം പുട്ട്, ഉപ്പുമാവ് അല്ലേ, വെറൈറ്റി സാധനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാരുണ്ടേ. അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തേണ്ട ജയിലിലെ ഭക്ഷണം കേട്ടില്ലേ, ശനിയും ഞായറും ദോശ, ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ കാണുമായിരിക്കാം, ഉപ്പുമാവ്, പുട്ട്, അപ്പം, കടലക്കറി. എൻ്റെ അമ്മോ, ഇതൊക്കെ പറഞ്ഞ് ഈ പുള്ളി പറയുന്ന പോലെ ആൾക്കാരെ പറഞ്ഞ് കൊതിപ്പിക്കാതല്ലേ. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വാർത്തയ്ക്കകത്ത് പറയുന്നു, പരമാവധി ദിവസവേതനം 230 നേരത്തെ 230 നിന്ന് 330 ആക്കാനാണ് ജയിൽ വകുപ്പ് ശുപാർശ ചെയ്തതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് വെട്ടി 620 ആക്കാൻ ആവശ്യപ്പെടുകയായിരുന്നെന്നാണ് പറയുന്നത്. എന്തിനാണ് 620 ആക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്? അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ജയിലുകളിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 10,000-ഓളം രാഷ്ട്രീയ തടവുകാർ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ കണക്കിന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ജയിലിലേക്ക് വേണ്ടി PFI പ്രത്യേകം പരീക്ഷ നടത്തേണ്ടി വരും. ജയിലിലെ തടവുകാരനാകാൻ വേണ്ടി അപേക്ഷ ക്ഷണിച്ചു കൊള്ളുന്നു. മിനിമം യോഗ്യത ഇത്ര. കാരണം ഒരു കത്തിക്കുത്തിലെങ്കിലും പ്രതിയായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര പവനെങ്കിലും മോഷ്ടിച്ച് വൻ മോഷണത്തിൽ പങ്കാളിയാകണം. ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും യോഗ്യതകളല്ലേ. വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമില്ല, പ്രായപരിധിയില്ല, ശമ്പളം എത്ര, മിനിമം വേതനം മാക്സിമം 18,600 രൂപ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് PFI ഇനിയും വരും കാലങ്ങളിൽ അപേക്ഷ എണിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതുപോലെ ഏതായാലും ജയിലിലേക്ക് അകത്തേക്ക് പോകാനായിരിക്കും ഇനി തിരക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് തോന്നി ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ. എന്തൊക്കെയാ കലികാല വൈഭവം. ഇതിനിടയ്ക്ക് കുറച്ചാളും കൂടെ കഴിഞ്ഞ് പ്രൗഢം ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അതിനുശേഷം ജയിലിൽ നിന്ന് ഇത്ര കൊല്ലം ജീവപര്യന്തം 20 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം ഒക്കെ തടവ് ശിക്ഷ വിധിച്ച് പുറത്തു വരുമ്പോൾ അവർക്ക് പെൻഷനും കൂടെ ഏർപ്പെടുത്തണം എന്നൊക്കെ ഇനി ഭാവിയിൽ തീരുമാനിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം
നല്ല കാലത്ത് അവർ ജയിലിൽ കിടന്നു, അവരുടെ യൗവനം മൊത്തം ജയിലിൽ തീർത്തു. അതിനുശേഷം പുറത്തു വന്നു കഴിയുമ്പോൾ അവർ അവശരാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുകമ്പാപൂർണമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? അത് തന്നെയല്ല, അവർ 60 വയസ്സ് കഴിഞ്ഞ് പുറത്ത് വരുമ്പം ഇവിടെ ഗവൺമെൻറ് ആയാലും ഇപ്പം തന്നെ 2000 രൂപ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഭാവിയിൽ 20 കൊല്ലമൊക്കെ കടന്നത് അകത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഏകദേശം 5000 ഒക്കെ ആകുമായിരിക്കും ഇവിടെ. ഏതായാലും ഇതൊക്കെ കണ്ട് ആരും ജയിലിലേക്ക് പോകാനൊന്നും തയ്യാറാവരുതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അപേക്ഷ. കാരണം ഇവർ പലതും പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കും. കാരണം ഇതൊക്കെ കണ്ടിട്ട് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. നിങ്ങൾ തന്നെ തീരുമാനിക്കും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.